ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബഹ്റൈനിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്നുള്ളതാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് കടക്കുകയാണ്. ലോകരാജ്യങ്ങൾ ബഹ്റൈന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹമദ് രാജാവിനെ നേരിട്ട് വിളിച്ച് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. മഹേഷ്, ബഹ്റൈനെതിരായ ഇറാന്റെ ആക്രമണം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സ്ഥിതിഗതികൾ അല്പം ശാന്തമായി എന്ന് വേണം കരുതാൻ. കാര്യങ്ങൾ കൂടുതൽ സമാധാനപരമായി എന്ന് വേണം ബഹ്റൈനിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ന് രാവിലെ ഒരു അനിഷ്ട സംഭവം ബഹ്റൈനിലുണ്ടായി. ഒരു ആദ്യ മരണം, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം കാര്യമായ ആക്രമണങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആ മരണം ഇവിടുത്തെ ഒരു കടലിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലിലെ ഒരു മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ തീപിടുത്തമാണ്. തീപിടുത്തത്തിൽ ഒരു ഏഷ്യൻ പ്രവാസിയായ തൊഴിലാളി കൊല്ലപ്പെടുകയായിരുന്നു. മറ്റ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതായിരുന്നു ആ മരണത്തിന് കാരണം. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ബഹ്റൈൻ സമയം രാത്രി ആയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ബഹ്റൈൻ പ്രതിരോധ സേന പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് ഏകദേശം 60-ലധികം മിസൈലുകൾ 70-ലധികം മിസൈലുകൾ ബഹ്റൈൻ പ്രതിരോധ സേന ഇറാന്റെ മിസൈലുകൾ ബഹ്റൈൻ പ്രതിരോധ സേന തകർത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് പങ്കുവയ്ക്കുന്നത്. 70-ലധികം മിസൈലുകളും 60ഓളം ഡ്രോണുകളും ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് തകർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അല്ലാണ്ട് ഒരു അനിഷ്ടപരമായ സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ ബഹ്റൈനെതിരായ ഈ ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ബഹ്റൈന് പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ഇന്ന് ഫോണിലൂടെ വിളിച്ച എല്ലാ തരത്തിലുള്ള പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിരുന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ബഹ്റൈന് എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈന് ഈ കാര്യത്തിൽ എടുക്കുന്ന ഏത് നിലപാടിനൊപ്പവും ബഹ്റൈനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പലസ്തീൻ പ്രസിഡന്റ് എന്നിവരടക്കം ഉള്ളവർ ബഹ്റൈൻ ഈ ഘട്ടത്തിൽ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു ആക്രമണം പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്നും ബഹ്റൈൻ സ്വീകരിക്കുന്ന ഏത് നിലപാടിനൊപ്പവും ഉണ്ടാകുമെന്ന് ലോക നേതാക്കൾ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ബഹ്റൈനൊപ്പം നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ ലോക നേതാക്കൾക്കും ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയും രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അടക്കമുള്ളവർ തിരിച്ച് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. മഹേഷ്.